ഓം നമഃ ശിവായ. ആദ്യം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക്, ഷെയർ, കമന്റ് കൂടി ചെയ്യുക. 1.5 നൂറ്റാണ്ടിന് ശേഷം 4 രാജയോഗങ്ങൾ ഒന്നിച്ച് ഈ രാശികൾക്ക് സൗഭാഗ്യകാലം തുടങ്ങിക്കഴിഞ്ഞു. ഗ്രഹങ്ങളുടെ രാശി പരിവർത്തനത്തിലൂടെ ശുഭയോഗങ്ങളും രാജയോഗങ്ങളും പിറവിയെടുക്കുന്നു. അതിന്റെ പ്രഭാവം ജനങ്ങളുടെ ജീവിതത്തിലും പ്രപഞ്ചത്തിലുടനീളവും അനുഭവപ്പെടും. 181 വർഷങ്ങൾക്ക് ശേഷം 4 രാജയോഗങ്ങൾ രൂപമെടുക്കുകയാണ്. ബുധാദിത്യ രാജയോഗം, ലക്ഷ്മി നാരായണ യോഗം, ശുക്രാദിത്യ രാജയോഗം, ശരാജയോഗം എന്നിവയാണോ രാശിചക്രത്തിലെ എല്ലാ രാശികൾക്ക് ഇതിന്റെ ഗുണഫലങ്ങൾ ലഭിക്കുമെങ്കിലും 4 രാജയോഗങ്ങളുടെയും നേട്ടങ്ങൾ അനുഭവിക്കാൻ പോകുന്നത് 3 രാശികളാണ്. ഇവർക്ക് ഇനി ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും ഭാഗ്യത്തിന്റെ തുണയുണ്ടാകും. അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടങ്ങളും സ്ഥാനമാനങ്ങളും പദവികളും തേടിയെത്തുന്ന രാശികൾ ഏതെല്ലാമാണെന്ന് നോക്കാം. 4 രാജയോഗങ്ങളുടെ നേട്ടം തേടിയെത്തുന്ന ആദ്യത്തെ രാശി മേടമാണ്. ഈ രാജയോഗങ്ങളുടെ ഫലമായി മേടം രാശിക്കാരുടെ വരുമാനത്തിൽ വൻവർദ്ധനവ് ഉണ്ടാകും. കൂടാതെ പുതിയ വരുമാന ശ്രേയാതസ്സുകൾ ഇവർക്ക് മുമ്പിൽ തെളിഞ്ഞുവരും. ഈ കാലയളവിൽ ഭാഗ്യത്തിന്റെ പരിപൂർണ പിന്തുണ ഇവർക്കൊപ്പമുണ്ടാകും. എല്ലാ കാര്യങ്ങളിലും വിജയമുണ്ടാകും. ഏറെക്കാലമായി പൂർത്തിയാക്കാതെ വെച്ചിരുന്ന കാര്യങ്ങൾ പൂർത്തിയാക്കും. ഉദ്യോഗസ്ഥർക്ക് ജോലിസ്ഥലത്ത് പുതിയ ഉത്തരവാദിത്തങ്ങൾ തേടിയെത്തും. കരിയറിൽ നേട്ടങ്ങളും ലാഭങ്ങളും ഉണ്ടാകും. ബിസിനസ്സിൽ പണമുണ്ടാക്കുന്നതിനുള്ള പുതിയ വഴികൾ മുന്നിൽ തെളിഞ്ഞുവരും. പൊതുവെ ജീവിതത്തിൽ സാമ്പത്തിക സമൃദ്ധി അനുഭവപ്പെടുന്ന ഒരു കാലമാണിത്. അടുത്ത രാശി മിഥുനം. 4 രാജയോഗങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതിലൂടെ മിഥുനം രാശിയിൽ ജനിച്ചവർക്ക് ജീവിതത്തിൽ ശുഭഫലങ്ങൾ അനുഭവവേദ്യമാകും. ജോലിയിലും ബിസിനസ്സിലും ആഗ്രഹിച്ച രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ടു പോകും. സമൂഹത്തിൽ ഇവർക്കുള്ള സ്വീകാര്യത വർദ്ധിക്കും. സാമ്പത്തിക പ്രതിസന്ധിയും ബുദ്ധിമുട്ടുകളും പാടെ ഇല്ലാതാകും. അനാവശ്യമായ ചിലവുകൾ കുറയും. വാഹനമോ പ്രോപ്പർട്ടിയോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ കാലയളവിൽ അതിന് സാധിക്കും. സ്വദേശത്തും വിദേശത്തുമായി യാത്രകൾ നടത്താനുള്ള യോഗമുണ്ടാകും. ജീവിത പങ്കാളിയുമായും കുടുംബാംഗങ്ങളുമായും ഒത്ത് സമാധാനപരമായ കുടുംബാന്തരീക്ഷം സംജാതമാകും. നിങ്ങളുടെ മനസ്സ് സന്തോഷിക്കും. കുടുംബത്തോടൊപ്പം യാത്രകൾ പോകാൻ സാധിക്കും. കന്നിരാശിക്കാരാണ് അടുത്തത്. കന്നി രാശിയിൽ ജനിച്ച ആളുകൾക്കും സൗഭാഗ്യത്തിന്റെ നല്ല നാളെയാണ് മുന്നിലുള്ളത്. ഈ കാലയളവിൽ പണം സമ്പാദിക്കുന്നതിൽ ഇവർ വിജയം കണ്ടെത്തും. അതുകൊണ്ടുതന്നെ സാമ്പത്തികമായി ഉയർന്നുവരാൻ ഇവർക്ക് സാധിക്കും. രാഷ്ട്രീയ രംഗത്ത് ഉള്ളവർക്ക് ഈ സമയം സ്ഥാനമാനങ്ങൾ തേടിയെത്തും. ഏറെക്കാലമായി ജോലി മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം അതിനുള്ള മികച്ച അവസരങ്ങൾ ലഭിക്കും. കൂടാതെ തടഞ്ഞുവച്ചിരിക്കുന്ന പണം തിരിച്ചുകിട്ടും. പൊതുവെ മനസ്സ് സന്തോഷത്താൽ നിറയുന്ന സമയമായിരിക്കും ഇത്. പുതിയ വരുമാന ശ്രേയാതസ്സുകൾ ഉണ്ടാകും. വിവാഹിതർക്ക് ദാമ്പത്യജീവിതം സന്തോഷകരമായി തീരും.